ഹലോ മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ആക്ച്വലി ഞാനിപ്പോൾ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ട് അറൗണ്ട് 2 വീക്സ് ആയി. ലാസ്റ്റ് വീക്ക് ഫുള്ള് ബിസി ആയിരുന്നു, പെരുന്നാളും ബർത്ത്ഡേയും. പക്ഷേ ആ ഒരു ആഴ്ച വളരെ ടഫായിരുന്നു കേട്ടോ, എനിക്ക് പനിയും തൊണ്ടവേദനയൊക്കെ ആയിട്ട്. ബട്ട് എനിവേസ് ആ ഒരാഴ്ചയും കടന്നുപോയി. ഇന്നത്തെ ദിവസം കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ അലമാരി നെക്സ്റ്റ് റൂമിലായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേണ്ടായിരുന്നു എന്ന്. ബിക്കോസ് കൂടുതൽ ഏരിയ ഇങ്ങനെ അക്കുപ്പൈ ആയിപ്പോയി. അപ്പോൾ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ബട്ട് എനിവേസ് എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു വാർഡ്രോബ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവിടെ തന്നെ റീറ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വാർഡ്രോബൊക്കെ പ്ലേസ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന് ഓർത്തു കേട്ടോ. എനിക്ക് ആക്ച്വലി നമ്മുടെ ചുറ്റുമുള്ളെല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് നീറ്റായിട്ട് ഇരിക്കണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യം കേട്ടോ. നമ്മുടെ വീടല്ലേ, അപ്പോൾ അത് വാടകയായാലും സ്വന്തമായാലും നമ്മളെപ്പോഴും നമ്മുടെ പരിസരം ഭയങ്കര നീറ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അതൊരു ഭയങ്കര റിലീഫായിരിക്കും. ബിക്കോസ് ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര മെസ്സി ആയിട്ട് വെക്കുന്ന ദിവസം നമ്മുടെ മെൻ്റലിയും നമ്മൾ ഭയങ്കര ഭ്രാന്ത് പിടിച്ച പോലെ ആയിരിക്കും. അതൊരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഫാക്റ്റാണെന്ന് തോന്നണല്ലേ. നമ്മുടെ ചുറ്റുപാടും വൃത്തിയുണ്ട്, നല്ല നീറ്റായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ ചെറിയൊരു സ്പേസ് ആണെങ്കിൽ പോലും നമുക്കൊരു പീസ് ഓഫ് മൈൻഡും ഒരു സമാധാനമൊക്കെ ഉണ്ടാവും. ആ ഒരു സ്പേസിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അല്ലേ. പക്ഷെ മറിച്ച് എല്ലാം ഇങ്ങനെ വൃത്തിയില്ലാതെ വലിച്ചു വാരിയൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് തന്നെ കാണുമ്പോഴും ഡിസ്റ്റർബിങ് ആയിരിക്കും, നമ്മുടെ മൈൻഡും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ചുറ്റുപാടുള്ള എല്ലാ സംഭവങ്ങളും ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ട് നീറ്റായിട്ട് വെക്കണമെന്നുള്ളത് ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ആക്ച്വലി ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ആ വാർഡ്രോബിൻ്റെ സ്പേസിൽ ഒരു അയണിങ് സ്റ്റാൻഡാണ് ഉണ്ടായിരുന്നത്. അത് ഞാൻ തൽക്കാലം റിമൂവ് ചെയ്ത് മാറ്റുവാണ്. ഇവിടെ കുറച്ച് വാഷ് ചെയ്ത ക്ലോത്ത്സ് ഉണ്ടായിരുന്നു, അതെല്ലാം പയ്യെ ഹാങ് ചെയ്ത് വാർഡ്രോബിൽ വെക്കാമെന്ന് വിചാരിച്ചു. കൂടുതലും ക്ലോത്ത്സ് ഞാനിവിടെ ഹാങ് ചെയ്താട്ടോ വെക്കാറ്. അങ്ങനെ ഇവിടെ ഓർഗനൈസിങ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഓർഗനൈസിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞപ്പോൾ റൂം എല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നു, വൃത്തിയായി നീറ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത ഞാൻ കുറച്ച് ഗ്രോസറീസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം റിമൂവ് ചെയ്തു. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബിരിയാണി കുക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ എനിക്കൊരു സംഭവം നിങ്ങളെ കാണിച്ചു തരാനുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഇതൊരു പോർട്ടബിൾ സീലിംഗ് മെഷീനാണ്. ഇവിടെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഐറ്റം പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പിങ്ങിലാണല്ലോ എല്ലാം വരുന്നത്, അത് വാങ്ങിയിട്ട് ബാക്കിയായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഇടയിൽ വെച്ച് പ്രസ് ചെയ്ത് വിട്ടാൽ മതി. സോ ഇത് പക്കയായിട്ട് സീലാവും. പക്ഷേ ഇവിടെ എനിക്കൊരു പ്രോബ്ലം തോന്നിയത് തിന്നായിട്ടുള്ള പാക്കേജിങ് ആണെങ്കിൽ ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി. പക്ഷേ മറിച്ച് കുറച്ച് കട്ടിയുള്ള പാക്കേജിങ് ആണെങ്കിൽ ഇത് തീരെ സീലിംഗ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇത് ഒരു ഫ്ലോപ്പാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പല്ല, ബട്ട് കുഴപ്പമില്ലാത്തൊരു ഐറ്റമായിരുന്നു. പിന്നെ ഞാനിവിടെ ഒന്ന് വാഷിംഗ് മെഷീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചെറിയ വാഷിംഗ് മെഷീനാണ്. അപ്പോൾ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ടായി. ഇവിടെ എൻ്റെ ഹസ്ബൻഡാണ് ഇന്ന് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂഷ്വലി ഫ്രൈഡേയ്സിൽ ഹസ്ബൻഡിൻ്റെ സ്പെഷ്യലാണ് ബിരിയാണി. സോ ഇതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം കേട്ടോ. ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ടുണ്ടാക്കിയത് തന്നെയാണ്. അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ റിസൾട്ട്സ് വന്നത്. നല്ല ബിരിയാണിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ബിരിയാണി ഇവിടെ ഓൾമോസ്റ്റ് കുക്കായി. ഇനി നമുക്ക് റൈസും കൂടി ഒന്ന് കുക്ക് ചെയ്താൽ മതി. മസാല എല്ലാം റെഡിയാണ്. അങ്ങനെ നമ്മളിവിടെ അടുത്തത് ബിരിയാണിയുടെ റൈസ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റൈസൊക്കെ ഓൾമോസ്റ്റ് കുക്കായതിന് ശേഷം നമ്മളിത് ദമ്മിലോട്ട് ഇടാനാണ് പോകുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ലൊരു വലിയ ചെമ്പും അത് കാണാൻ കുറേ ആൾക്കാരും ബിരിയാണിയുടെ ദമ്മ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഫീലിംഗ് തന്നെയാണല്ലേ. അങ്ങനെ ഇവിടെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി നമ്മൾ അതിൻ്റെ ചോറും മസാലയൊക്കെ ആയിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ്. ബിക്കോസ് അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി എടുക്കാൻ ഈസി ആയിട്ട്. നമ്മളിവിടെ അങ്ങനെ ആട്ടോ യൂഷ്വലി ചെയ്യാറ്. അങ്ങനെ ബിരിയാണി റെഡിയായി. ബിരിയാണി കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്തില്ല, അപ്പം തന്നെ ഫുഡ് അങ്ങോട്ട് കഴിച്ചു.
ഇനി അടുത്ത ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗോൾഡ് റിങ്ങിൻ്റെ കളക്ഷൻ ആട്ടോ കാണിച്ചു തരാൻ പോകുന്നത്. ആക്ച്വലി എനിക്ക് റിങ്സ് ഒരുപാടുണ്ട്. ബിക്കോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവം റിങ്സ് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് മാലയും കമ്മലും ഇല്ലെങ്കിൽ പോലും ഞാൻ റിങ് ഇടാറുണ്ട്, റിങ്ങും വാച്ചും. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രേസ്ലെറ്റോ വളയോ അത് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റം ആട്ടോ. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 10-20 മോതിരമുണ്ട്. ഇതിനെല്ലാത്തിനും ഓരോരോ സ്റ്റോറീസ് ആട്ടോ. കാരണം ഇതെല്ലാം കുറേ വർഷങ്ങളായിട്ട് വാങ്ങിക്കൂട്ടിയ കളക്ഷൻ ആട്ടോ. ആദ്യത്തെ റിങ് ഇതാണ്. ഇതൊരു 3 ലെയർ പോലെ വരുന്ന ഒരു റിങ്ങാണ്. 18 ക്യാരറ്റ് ഗോൾഡിലാണ് ഇതുള്ളത്. വാങ്ങിയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാട്ടോ. പിന്നെ അടുത്ത മോതിരവും ഒരു ബാൻഡ് പോലത്തെ ഒരു റിങ്ങാണ്. ഇതും 18 ക്യാരറ്റ് തന്നെ. ഇതും മലബാർ ഗോൾഡിൽ തന്നെയാണ് വാങ്ങിയത്. എൻ്റെ മോസ്റ്റ്ലി എല്ലാ റിങ്സും എനിക്ക് തോന്നുന്നു ഞാൻ മലബാറിൽ നിന്ന് തന്നെ വാങ്ങിയത്. ചിലതൊക്കെ മഹാരാജ നിൽക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇതും ഒരു സ്പെഷ്യൽ റിങ്ങാണ്. ഇതെൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ അമ്മ വാങ്ങി തന്ന മോതിരാണ്. ഇതെനിക്ക് ഇച്ചിരി ടൈറ്റായി, പക്ഷെ ഞാൻ എന്നാലും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും ഏകദേശം ഒരു 2 or 3 grams ഉണ്ട്. മലബാറിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഇത് നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാട്ടോ മേടിച്ചത്. ഇത് 22 ക്യാരറ്റാണ്. ഗോൾഡ് എല്ലാം 22 ആണല്ലോ, എക്സെപ്റ്റ് കോയിൻസ്. അപ്പോൾ ഇത് 22 ക്യാരറ്റ് ആണ്. ആൻഡ് ഇതും ഏകദേശം ഒരു 2 or 3 grams ഒക്കെയാണ് വരുന്ന വെയിറ്റ്. ആ ഒരു മോഡലിൽ തന്നെ വരുന്ന ഒരു റിങ് ആട്ടോ ഇത്. ഇതും ഒരു 3 gram അങ്ങനെയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിങ്ങാണ്. ആൻഡ് ഇതേ മോഡലിൽ എനിക്ക് വേറൊരു റിങ്ങും കൂടി ഉണ്ട്. ഇതാണ് ഒരു സ്റ്റാറും മൂണുമായിട്ട് നല്ലൊരു പാറ്റേൺ ആണിത്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പാറ്റേണിൽ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ വലിഞ്ഞിട്ട് ലൂസാകും. ചില സമയത്ത് വലിഞ്ഞിങ്ങനെ ഷേപ്പൊക്കെ ഡിസ്ഫിഗേർഡ് ആയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് റിങ് ഞാൻ വാങ്ങിയത് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് കേട്ടോ. ഒരിടെ ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഇതും 22 ക്യാരറ്റ് ഗോൾഡിൽ തന്നെയാണ്. ആക്ച്വലി മഹാരാജയിൽ വരുമ്പോഴേക്കും എനിക്ക് തോന്നിയത് കുറേ കളക്ഷൻസ് ഉണ്ട് അവർക്ക്. ആൻഡ് 22-ൽ തന്നെ കുറേ ഓപ്ഷൻസ് കിട്ടും. ആൻഡ് ഇത് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ ഒരു ജ്വല്ലറി നിന്നാണ് കേട്ടോ. ജവഹറ എന്ന് പറയുന്ന ഒരു ജ്വല്ലറി നിന്നാണ് ഞാൻ അത് വാങ്ങിയത്. ആൻഡ് ഇത് ഞാൻ വാങ്ങിയത് നാട്ടിൽ നിന്ന് തന്നെയാണ്, മഹാരാജയിൽ നിന്ന്. ഒരു സിമ്പിളായിട്ടുള്ളൊരു സ്ട്രെയിറ്റ് റിങ് ആണ്. സ്റ്റോണ് ഇതിൻ്റെ ഇടയ്ക്കൊരെണ്ണം പോയിട്ട് ഞാൻ വീണ്ടും കൊണ്ടുപോയി റിപ്പയർ ചെയ്തെടുക്കുക ചെയ്ത്. അടുത്ത ഈ ഒരു കുഞ്ഞ് ഹാർട്ടിൻ്റെ റിങ് ഞാൻ വാങ്ങിയത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ് കേട്ടോ. ആക്ച്വലി അവർക്കും കുറേ ഡിസൈൻസ് ഉണ്ട്. പക്ഷേ അവരുടെ ഡിസൈൻസ് വരുമ്പോഴേക്കും മോസ്റ്റ്ലി എല്ലാം 18 ക്യാരറ്റ് ആണ്. 22-ൽ വരുമ്പോഴേക്കും ഓപ്ഷൻസ് വളരെ കുറവാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഒരു റിങ് ഇതാട്ടോ. ഇതെനിക്ക് എൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടിയ റിങ്ങാണ്. ആൻഡ് ഇത് ഞാൻ എന്തെങ്കിലും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടുന്ന ഒരു റിങ്ങാണിത്. എനിക്ക് നല്ലൊരു ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആട്ടോ ഇത്. ഞാൻ ചില സമയത്ത് സ്റ്റാക്ക് ചെയ്യും. 2-3 മോതിരം ഒരുമിച്ച് ഇടുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന റിങ്ങാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ തിന്നായിട്ടുള്ള സ്റ്റാക്കബിൾ റിങ്സും ഉണ്ട്. ആൻഡ് ഇത് ഞാൻ വാങ്ങിയത് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ്. ഈ റിങ് അത്യാവശ്യം എനിക്ക് 4 grams അങ്ങനെ വെയിറ്റ് ഉണ്ട് ഈ റിങ്ങിന്. ഇത് സാധാരണ സ്റ്റോൺ ആട്ടോ, റൂബി അങ്ങനത്തെ സ്റ്റോണൊന്നുമല്ല, നോർമൽ സ്റ്റോണുള്ള റിങ്ങാണിത്. ഇനി അടുത്ത ഒരു റിങ്, ഇത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള റിങ്ങാണ്. ആൻഡ് ഇത് ഞാൻ വാങ്ങിയത് ഇവിടുത്തെ ജ്വല്ലറിയിൽ നിന്നാണ്, ഇവിടുത്തെ മലബാർ ഗോൾഡിൽ നിന്നാണ്. ഇതിനധികം വെയിറ്റ് ഇല്ല, പക്ഷെ ഇത് ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ഒരു മോഡൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത്. അറൗണ്ട് 2 grams എന്തേ ഉള്ളൂ. 22 ക്യാരറ്റിൽ തന്നെയാണ് ഇതുള്ളത്. ഇത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോഴേക്കും സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു റിംഗ് ആണ്. ആൻഡ് ഇതേ മോഡലിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനെ പറയുന്നത് ദുബായ് മോഡൽ എന്നാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് അറിയിക്കുക. ആൻഡ് ആ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡിസൈനാണ് ഇതും. ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഈ റിങ് ഐ തിങ്ക് ഞാൻ വാങ്ങിയത് മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണെന്ന് തോന്നുന്നു. ബിക്കോസ് എനിക്ക് ആക്ച്വലി ഈ വാങ്ങിയത് എവിടെ നിന്നാണ്, ഗ്രാം എത്രയാണെന്നൊക്കെ എക്സാക്റ്റായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. ബിക്കോസ് ഞാൻ ഓരോ റിങ് വാങ്ങിക്കുമ്പോഴും ചിലപ്പോൾ അത് ഞാൻ എനിക്ക് തന്നെ വാങ്ങുന്നൊരു ഗിഫ്റ്റ് ആയിരിക്കും, ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അമ്മയോ ഹസ്ബൻഡോ ആരെങ്കിലും വാങ്ങിത്തരുന്നതായിരിക്കും. എൻ്റെ കയ്യിലുള്ളതിൽ ഏറ്റവും വെയിറ്റ് കൂടിയ റിങ് ആട്ടോ ഇത്. ഇതും ഭയങ്കര സ്പെഷ്യലാണ്. ബിക്കോസ് ഞാൻ കുറേ നാൾ മുന്നേ പോയി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ പോയിട്ട് എനിക്കിത് അവിടെ നിന്ന് ഡയറക്റ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ സമയത്ത് ഇത് വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാഞ്ഞിട്ട് ഒരു 3-4 മാസം കുറച്ച് സേവ് ചെയ്ത് പണിയിപ്പിച്ചെടുക്കുക ചെയ്ത്. ബിക്കോസ് എൻ്റെ സൈസിന് അത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വാങ്ങിയ റിങ്ങാണിത്. ഇത് എനിക്ക് തോന്നുന്നു അറൗണ്ട് 7-8 gram എന്തുകൊണ്ട്, ഒരു പവൻ അടുത്ത് ഉണ്ട് ആ മോതിരം.
അപ്പോൾ ഇതോടെ എൻ്റെ പ്യുവർ ഗോൾഡ് ആയിട്ടുള്ള റിങ്സ് ഫിനിഷായി. ഇനി നമുക്ക് എൻ്റെ ഡയമണ്ടിൻ്റെ കളക്ഷൻസ് നോക്കാം. അതിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളത് ഇതാട്ടോ, ഏറ്റവും വെയിറ്റ് കുറഞ്ഞത് ഇതാണ്. ഇത് ഞാൻ വാങ്ങിയത് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നാണ്. ഇത് വാങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 6000 7000 ആ ഒരു റേഞ്ചിലാണ് വാങ്ങിയത്. ബാക്ക് ഇൻ 2018 ആ സമയത്ത് ഡയമണ്ട് റിങ് ഒരു ട്രെൻഡായിരുന്നു, റേറ്റും ഭയങ്കര കുറവായിരുന്നു. അടുത്ത റിങ് ഇതാണ്. ഇത് ആക്ച്വലി എൻ്റെ അമ്മ എനിക്ക് എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങി തന്ന ഗിഫ്റ്റാണ്. ഇതിൻ്റെ സൈസ് കുറച്ച് വലുതായിപ്പോയി. സോ ഞാനിതിൽ റിങ്ങിൻ്റെ അഡ്ജസ്റ്റർ വെച്ചിട്ടാണ് സൈസ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നത്. ഇത് വാങ്ങിയതും മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നാണ് കേട്ടോ. ഈ ഇടയായിട്ട് എൻ്റെ റിങ്സ് എല്ലാം ഞാൻ വാങ്ങുന്നത് അവിടെ നിന്നാണ്. ബിക്കോസ് ഐ ഫീൽ അവിടെ കുറച്ചും കൂടി നല്ല കളക്ഷൻസ് ഉണ്ട് വെൻ ഇറ്റ് കംസ് ടു റിങ്. അപ്പോൾ ഇത് ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. ആൻഡ് അടുത്തതും എൻ്റെ ഒരു ഡയമണ്ട് റിങ് ഇതാണ്. ഇതെൻ്റെ ഏറ്റവും ഫസ്റ്റ് വാങ്ങിയ ഡയമണ്ട് റിങ് ആണ്, മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന്. ഇത് അന്ന് എനിക്ക് തോന്നുന്നത് ഏകദേശം 13,000 or 14,000 ആ ഒരു റേറ്റിനാണ് വാങ്ങിയത്. ഇത് നല്ല പഴയതാണ്, എനിക്ക് തോന്നുന്നു 2014 ആ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ഫിംഗറിൽ ഇത് ടൈറ്റാണ്, ഒറ്റ ഫിംഗറിൽ മാത്രമേ, റിംഗ് ഫിംഗറിൽ മാത്രമേ ഇത് ഫിറ്റ് ആവുന്നുള്ളൂ. ഇത് എനിക്ക് ആക്ച്വലി ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യാറില്ല, ബട്ട് സ്റ്റിൽ ഫസ്റ്റ് ഡയമണ്ട് റിംഗ് ആയതുകൊണ്ട് ഞാനത് മാറ്റാതെ തന്നെ കയ്യിൽ വെച്ചേക്കുവാണ്. ഇനി നെക്സ്റ്റ് ഡയമണ്ട് റിങ് ഇതാണ്. ഇത് ചെറിയ ഇൻഫിനിറ്റി സിമ്പിളൊക്കെ ആയിട്ട് വന്നിട്ട് ഇതും കുറച്ച് വലുതാണ്. ഇതിൻ്റെ സൈസും അഡ്ജസ്റ്റ് ചെയ്യണം എനിക്കിനി. ഇതും വാങ്ങിയത് മഹാരാജയിൽ നിന്ന് തന്നെയാണ്, മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ്. എനിക്ക് തോന്നുന്നു എടപ്പള്ളിയിലെ ഷോറൂമിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കുന്നത്. ഇതും എനിക്ക് തോന്നുന്നു ഞാൻ മഹാരാജയിൽ നിന്ന് തന്നെ വാങ്ങിയത്. ഇതിൻ്റെ സെയിം മാച്ചിങ് ആയിട്ട് അവർക്ക് പെൻഡൻറ്റും ലോക്കറ്റും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ റിങ് മാത്രമേ എടുത്തുള്ളൂ. ആൻഡ് ഇതിൻ്റെ വേറെ കളർ ഐ തിങ്ക് റെഡിലും അവൈലബിൾ ആയിരുന്നു. കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതും ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻസോ പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റിങ്ങാണ്. ഞാൻ ഇങ്ങനത്തെ റിങ്ങൊക്കെ ഇടാറുള്ളൂ പാർട്ടിക്ക് പോകുമ്പോൾ. ആൻഡ് ഫൈനലി എൻ്റെ ലാസ്റ്റ് റിങ്, ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ ദിവസം ഡെയിലി ബേസിസിലിട്ട് നടക്കുന്ന റിങ്ങാണിത്. ഇതും വാങ്ങിയത് മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് തന്നെയാണ്. ഏകദേശം 2 to 3 grams ആണ് ഇതുള്ളത്. ആൻഡ് താഴെ വരുമ്പോൾ ചെറിയൊരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ റിങ് കുറച്ച് കഴിയുമ്പോൾ ഡയമണ്ട്സ് കുറച്ച് ക്ലൗഡഡ് ആകും. അത് അവിടെ തന്നെ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവർ വാഷ് ചെയ്ത് നല്ല അടിപൊളിയാക്കി തരും കേട്ടോ. അതൊരു സർവീസ് എനിക്ക് അവരുടെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. എൻ്റെ ഗോൾഡ് കളക്ഷൻ ഇതോടെ അവസാനിച്ചു. സോ ദീസ് ആർ ഓൾ ദ ഗോൾഡ് റിങ്സ് ദാറ്റ് ഐ ഹാവ്. ആൻഡ് അടുത്തത് എൻ്റെ കയ്യിലുള്ള 2 സിൽവർ റിങ് ആണ്. ഇത് രണ്ടും ഭയങ്കര സ്പെഷ്യലാണ്, ബിക്കോസ് ഇത് എനിക്ക് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കിട്ടിയ റിങ് ആണ്. ആൻഡ് വേറെ ഒരെണ്ണം എനിക്ക് ഐ തിങ്ക് ജീവ എന്ന് പറഞ്ഞൊരു സിൽവറിൻ്റെ ജ്വല്ലറി വാങ്ങിക്കുന്ന സൈറ്റിൽ നിന്ന് ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിയപ്പോൾ എനിക്ക് ഫ്രീ ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്, ഒരു ഹാർട്ടിൻ്റെ സ്റ്റോൺ. സോ ഇത് രണ്ടും സിർക്കോൺ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു സിൽവർ കളറിൻ്റെ വാച്ചൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത്രേ ഉള്ളൂ എൻ്റെ ഗോൾഡ് റിംഗ് കളക്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാ റിങ്സും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി. ഇനി അതിൻ്റെ വെയിറ്റോ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഡെഫിനറ്റ്ലി ചോദിക്കുക. ആൻഡ് ഈ ബോക്സ് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. റിങ്ങിന് വേണ്ടി മാത്രം സ്പെസിഫിക് ആയിട്ട് ഞാൻ വാങ്ങിയതാണ്. അതിൻ്റെ മുകളിൽ ഞാനൊരു മിറർ മുട്ടിച്ചു. മിറർ അതിലുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡെഫിനറ്റായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട റിങ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇത് ഒന്നും നമ്മളിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ഒരു സംഭവമല്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാനൊരു 10th സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഞാനിങ്ങനെ റിങ്സ് വാങ്ങിക്കുന്നുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ കളഞ്ഞു പോയി, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് 1-2 റിങ്സൊക്കെ. പക്ഷേ ഉള്ളതെല്ലാം ഞാനിങ്ങനെ സേവ് ചെയ്ത് വിൽക്കാതെയൊക്കെ വെക്കാൻ നോക്കാറുണ്ട് മാക്സിമം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ആക്ച്വലി ഇവിടെ അവസാനിച്ചിട്ടില്ല. ഗോൾഡ് ജ്വല്ലറി കളക്ഷൻ്റെ കാണിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈവനിങ് ആയപ്പോൾ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി ഒരു ഐസ്ക്രീം എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കിങ്ങനെ ഓവർനൈറ്റായിട്ട് മേടിക്കാൻ പറ്റില്ല. കുറച്ചായിട്ട് കുറേ വർഷങ്ങളായിട്ട് മേടിക്കുമ്പോൾ കുറേ വർഷം കഴിയുമ്പോൾ അത് കുറേ അധികമാകും. ഐ തിങ്ക് ദാറ്റ് മെയ്ഡ് സെൻസ്. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ നമ്മുടെ സ്ഥിരം വരുന്ന ഐസ്ക്രീം ഷോപ്പിലെത്തി. ഇവിടെ ലോട്ടസ് ബിസ്കഫാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി. ആൻഡ് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങളത് ഓർഡർ ചെയ്തു, പയ്യെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം
ടൈം സ്പെൻഡ് ചെയ്തു ആൻഡ് വി വെൻ ബാക്ക് ഹോം. അപ്പോൾ ഇതോടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഈ ഐസ്ക്രീമിലൂടെ. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ദാറ്റ് യു ഗെറ്റ് നോട്ടിഫൈഡ് എവറി ടൈം വി അപ്ലോഡ് എ വീഡിയോ. ആൻഡ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.